ലോകത്ത് പുതിയൊരു അധികാര കേന്ദ്രം വരുന്നുണ്ടോ? അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ കൂട്ടായ്മ. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രിക്സിനെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. ഈ കൂട്ടായ്മ ബ്രിക്സ് ആഗോളതലത്തിലെ അധികാര സമവാക്യങ്ങളെ ശരിക്കും മാറ്റിയെഴുതുന്നുണ്ടോ? ഈ ഒരു വലിയ ചോദ്യമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ ബ്രിക്സ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ചുരുക്കപ്പേരാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, പിന്നെ സൗത്ത് ആഫ്രിക്ക. ഈ രാജ്യങ്ങളുടെയെല്ലാം പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ബ്രിക്സ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറച്ചുകൂടി രാജ്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ബ്രിക്സ് പ്ലസ് എന്നും പറയാറുണ്ട്. ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ലോകവേദിയിൽ ബ്രിക്സിന് ഇത്രയേറെ സ്വാധീനം കിട്ടാനുള്ള കാരണം എന്താണ്? നമുക്ക് അതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഈയൊരു കണക്ക് നോക്കൂ. 39% ലോകത്തിലെ മൊത്തം സാമ്പത്തിക ഉൽപ്പാദനം, അതായത് ഗ്ലോബൽ GDP, അതിന്റെ ഏതാണ്ട് 1/3 കൂടുതലും ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ചാണ് നിയന്ത്രിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഇനി പണം മാത്രമല്ല ഇവരുടെ ശക്തി. ജനസംഖ്യയുടെ കാര്യമെടുത്താലും ബ്രിക്സ് ഒരു ഭീമൻ തന്നെയാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം ആളുകൾ ജീവിക്കുന്നത് ഈ ബ്രിക്സ് രാജ്യങ്ങളിലാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശക്തിയും ജനസംഖ്യയുടെ വലുപ്പവും ചേരുമ്പോഴാണ് ബ്രിക്സ് ആഗോളതലത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുന്നത്. ഈ സാമ്പത്തിക ശക്തി ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ഒരു ഉദ്ധരണി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്ത് സാധനങ്ങൾ എവിടെ നിന്ന് എവിടേക്ക് പോകണം, വ്യാപാരം എങ്ങനെ നടക്കണം, എവിടെ നിക്ഷേപം വരണം എന്നൊക്കെ തീരുമാനിക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ പ്രധാന ലക്ഷ്യം? ഒന്നാമതായി, നിലവിലുള്ള ആഗോള സാമ്പത്തിക ക്രമം, അതായത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ആ സിസ്റ്റം ഒന്ന് പരിഷ്കരിക്കുക. അതിനുവേണ്ടി സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങുക, പിന്നെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ സഹകരണം കൂട്ടുക, ലോകവേദികളിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ശബ്ദമായി മാറുക. ഇതൊക്കെയാണ് ബ്രിക്സിന്റെ പ്രധാന അജണ്ട. നമ്മളെപ്പോഴും കാണാറുള്ളതാണ് ബ്രിക്സ് ഉച്ചകോടികളിൽ നേതാക്കൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ആ ഫോട്ടോകൾക്കപ്പുറം ബ്രിക്സ് എന്തെങ്കിലും കാര്യമായി നേടിയിട്ടുണ്ടോ? എന്താണ് അവരുടെ നേട്ടങ്ങൾ? തീർച്ചയായുമുണ്ട്. ബ്രിക്സിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഇതാണ്. ലോകബാങ്കിനും IMFനും ബദലായി അവർ സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങി. അതിലൊന്നാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ NDB. പിന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ സഹായിക്കാനായി കണ്ടിൻജന്റ് റിസർവ് അറേഞ്ച്മെന്റ് അഥവാ CRA. ഇത് പടിഞ്ഞാറൻ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വലിയൊരു ചുവടുവയ്പ്പാണ്. ഈ പുതിയ ബാങ്കുകൾ മാത്രമല്ല കേട്ടോ, അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരവും നിക്ഷേപവും കൂട്ടാനും, ആഗോള സ്ഥാപനങ്ങളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരാൻ വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്താനും, പിന്നെ സപ്ലൈ ചെയിനുകൾ കൂടുതൽ ശക്തമാക്കാനും ബ്രിക്സ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമൊന്നുമല്ല. ബ്രിക്സ് എന്ന ഈ വലിയ കെട്ടിടത്തിന്റെ അടിത്തറയിൽ തന്നെ ചില വിള്ളലുകളുണ്ട്. അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വെല്ലുവിളികൾ? ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും ഓരോ രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. ഇനി പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ നോക്കിയാലോ, പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും ബ്രിക്സിനെ ഒരു സംശയത്തോടെയാണ് കാണുന്നത്. ഡോളറിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന സമ്മർദ്ദങ്ങൾ വേറെയും. ഈ വെല്ലുവിളികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ അവസ്ഥ നോക്കിയാൽ മതി. ബ്രിക്സിൽ ഒരേ സമയം സഹകരിക്കുകയും അതേസമയം മത്സരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ പ്രധാന തലവേദന ചൈന തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ഭിന്നതകളും അതിർത്തിയിലെ പ്രശ്നങ്ങളും ഒരു വശത്ത്, മറുവശത്ത് പുതിയ രാജ്യങ്ങളെ ചേർക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മാറിപ്പോകുമോ എന്നൊരു പേടിയുമുണ്ട്. ഇതിനെല്ലാമിടയിൽ സ്വന്തം വിദേശനയം ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നത് ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്രയും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുവാണ്. എന്താണ് ബ്രിക്സിന്റെ ഭാവി? ലോകത്തെ മാറ്റിമറിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് ശരിക്കും സാധിക്കുമോ? ഇതിനെ ഇങ്ങനെയും ചോദിക്കാം. ബ്രിക്സ് എന്നത് യഥാർത്ഥത്തിൽ സഹകരണത്തിനുള്ളൊരു വേദിയാണോ, അതോ സ്വന്തം താൽപ്പര്യങ്ങളുള്ള ഒരു കൂട്ടം എതിരാളികൾ താൽക്കാലികമായി ഒന്നിച്ചു നിൽക്കുന്നതാണോ? ബ്രിക്സിന്റെ ഭാവിയെക്കുറിച്ച് ഈ ഉദ്ധരണി ഒരു വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അതായത്, വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ പ്രവൃത്തിയിലേക്ക് മാറ്റണം, ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. എങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മയ്ക്ക് വിജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈയൊരു ചോദ്യത്തോടെയാണ്. ബ്രിക്സ് ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കുന്ന ശില്പിയായി മാറുമോ, അതോ ഉള്ളിലെ പ്രശ്നങ്ങൾ കാരണം തകർന്നുപോകുന്ന കളിമൺ കാലുകളുള്ള ഒരു ഭീമനായി അവസാനിക്കുമോ? ഇതിന്റെ ഉത്തരം നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.